ഇനി നീ അവൾക്ക് വേണ്ടി ഈശ്വരമംഗലത്ത് ആരോടും ഒന്നും സംസാരിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയാ മതി. അവളെ അവളുടെ ഗതികെട്ട വഴിയിലേക്ക് തന്നെ വിട്ടേക്ക് മോളെ. ഈശ്വരമംഗലത്ത് പ്രണവിന് വേണ്ടി വേറെ പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടമ്മാവ. അവന്റെ ഇപ്പോഴത്തെ വിഷമം മാറ്റാൻ എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടത്താനാ അവരുടെ തീരുമാനം. ആണോ? എങ്കിൽ നന്നായി. അവനൊരു പാവമാ. ആ പയ്യന്റെ ജീവിതം അങ്ങനെ നശിച്ചു പോവാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ ശിവാനിയുടെ പേര് പോലും ഒരിക്കലും മോൾ അവിടെ സംസാരിക്കരുത്. അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ജോത്സനെയൊക്കെ കണ്ട് സമയമൊന്ന് നോക്കിച്ചിട്ടേ ഉള്ളൂ. അല്ല, മോൾ ഓട്ടോ പിടിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി നടന്നു വന്നത്? ഏയ്, ഞാൻ വെറുതെ ഓരോ